പൊന്നാരഞ്ഞ മുത്താളെ ഇത് തേച്ചാൽ നമ്മളെ മൂറ് നല്ല തിളങ്കൽ കിട്ടോ, നല്ല സോക്സ് മിനുസം കിട്ടും, കുരുകളും പോവും. അപ്പം തത്ത തേക്കട്ടെ. അസ്സലാമലൈക്കും മുത്താളെ, എന്നെ സ്നേഹിക്കണ മുത്തുമണികളെ. അപ്പം ചങ്കാളെ നമുക്കിന്ന് പണി എന്താണെന്നോ, ഉലുവ ലേസം എടുത്തുകൊണ്ട് പൊതിരാൻ വെച്ചിട്ട്. ഇപ്പോൾ ഉലുവൻ്റെ പൊടിയായാലും മതി, പച്ച ഉലുവ പൊടിച്ചാലും മതി, ഉലുവ വെള്ളത്തിലിട്ടിട്ടാക്കിയാലും മതി. അപ്പോൾ ഉലുവ ഇത് പൊതിർത്തിയ ഉലുവ കേട്ടോ, ഉലുവ വേറെ ഒന്നുമില്ല, ഇത് ഉലുവയാണ് മക്കളെ. എന്നിട്ട് നമുക്ക് ഈ ഉലുവ വറുത്ത് എടുത്തിട്ട് നമ്മളെ സാധാ നാടൻ പാല് പാക്കറ്റ് പറ്റില്ല. പാല് നമ്മൾ പജ്ജിനെ കറന്ന പാല് തന്നെ വേണം. പാക്കറ്റ് ഇതൊക്കെ നപ്പുന്നതിനൊക്കെ പോകും. ഇനി നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചിട്ടാ മക്കളെ. അപ്പം ഇതേപോലെ അരിയണം കേട്ടോ, ഈ രീതിക്ക് തന്നെ അരിയണം കേട്ടോ. ഇതേ അരിഞ്ഞാലേ നമുക്ക് മൂത്ത് തേക്കാൻ പറ്റുള്ളൂ ഉലുവ. ഇതേ രീതിക്ക് അരിയണം കേട്ടോ കണ്ടോള്. മേപ്പിട്ട് തേക്കണം. താത്ത കുറേ തേക്കലോടെ നീക്കണം മക്കളെ. തട്ടൊക്കെ എടുത്ത് വെച്ച് തേക്കണമെന്ന് ഇപ്പം അമ്മക്ക് പറ്റൂലല്ലോ. മൂത്ത് കണ്ടങ്ങൾ കുറേ വെയിൽ കൊണ്ടിട്ട് കരിമങ്ങലൊക്കെ ഉണ്ട്, അക്കടെ പോകണം കണ്ടോ മക്കളെ. നമ്മളെ മൂത്തിട്ട് കഴിഞ്ഞിട്ട് കേട്ടോ, കണി മൂത്ത് റെഡി. ഞാർക്കും പേടിച്ചണ്ട കേട്ടോ, ഇതിലൊരു കൂട്ടൂല. ഇത് നമുക്ക് നല്ല ഇത് കിട്ടും, തെളുങ്കൽ കിട്ടും. ഇത് നമ്മൾ പിന്നെ അതിന് മാത്രം ചിലവില്ല, നമ്മളെ കുടിയിലില്ല. ഇതുകൊണ്ട് മാത്രം ചെയ്താൽ മതി. പാലും ഈ പിന്നെ ഉലുവി വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇതുകൊണ്ട് നിങ്ങളൊന്ന് കാട്ടി വെക്കി, നല്ല തെളുങ്കൽ കിട്ടും മക്കളെ. മോര് ഒരു കോട്ട അത് തേച്ച് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് താത്ത കാട്ടി തരും കേട്ടോ. കേട്ടോ കാട്ടി നമ്മൾ ഇത് കകാൻ നല്ല പാടാട്ടോ മക്കളെ, നല്ല കുറുപ്പോ. അപ്പം നമ്മൾ മക്കളെ കഴുകി പോന്ന് കിട്ടോ, പൂത്തിയാണ്ടി നമ്മൾ വെളിച്ചത്തൊക്കെ എന്താ കാട്ടിത്തരാം. അപ്പം മക്കളെ എങ്ങനെയുണ്ട് മോറ് വെക്കണി? പൊന്നാര മക്കളെ എങ്ങനെയുണ്ട്? പൊന്നാര ചങ്കളെ എങ്ങനെയുണ്ട്? കണ്ടോക്കണെങ്കിൽ നല്ല നിറല്ലേ. അപ്പോൾ ഇഷ്ടമായിക്കിടും മക്കളെ, മരുഭാഗം കൊടുക്കാനിരിക്കണം ഇവിടെ. എന്നാലും കണ്ടോക്കണെങ്കിൽ എങ്ങനെയുണ്ട്? നല്ല ഇതില്ലേ മോറ്? അങ്ങനത്തെ മക്കളെ. ഇഷ്ടപ്പെട്ട താത്താൻ്റെ കുട്ടികളെ എല്ലാവരും ചെയ്തു നോക്കി. ഇതിൽ കമൻറ്റും വേണ്ടി, ലേക്കും തന്നു വേണ്ടി, ഒക്കെ എടുത്ത് തന്നു വേണ്ടി താത്താക്ക്.